അങ്ങനെ സഖാവ് ജി സുധാകരൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വിട പറഞ്ഞു. അദ്ദേഹം നേരത്തെ തന്നെ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല തീരുമാനിച്ചു. അദ്ദേഹം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് മാത്രമല്ല, ഒരു സർവതന്ത്ര സ്വതന്ത്രമായി അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് ജനവിധി നേടാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ അമ്പലപ്പുഴയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നൊരു വിഷയം. അമ്പലപ്പുഴ പലരും വിചാരിച്ചിട്ടുള്ള ഒരു CPM മേൽക്കോയ്മയുള്ള മണ്ഡലമല്ല. സത്യം പറഞ്ഞാൽ UDFന് പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലമാണ്. 1965 ത്രികോണ മത്സരത്തിൽ ശ്രീ KS കൃഷ്ണക്കുറുപ്പ് ജയിച്ച മണ്ഡലമാണ്. അന്ന് രണ്ടാം സ്ഥാനത്ത് എത്തിയത് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിരുന്ന സമീപകാലത്ത് നമ്മളെ വിട്ടുപോയ സഖാവ് VS അച്യുതാനന്ദനായിരുന്നു. മൂന്നാം സ്ഥാനത്ത് വന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സഖാവ് സുഗതൻ സാറായിരുന്നു, R സുഗതൻ. അപ്പോൾ 65 മുതൽക്കുള്ള ചരിത്രം പരിശോധിച്ചാൽ 67ലും 70ലും സഖാവ് അച്യുതാനന്ദൻ ജയിച്ചു. അത് കഴിഞ്ഞ് 77 അച്യുതാനന്ദൻ തോറ്റു. RSPയിലെ കുമാരപിള്ള ജയിച്ചു. 77 മുതൽക്ക് ഉള്ള മണ്ഡലത്തിലെ ചരിത്രം പരിശോധിച്ചാൽ അധികവും ജയിച്ചിട്ടുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ്, അല്ലെങ്കിൽ ഐക്യമുന്നണി സ്ഥാനാർത്ഥികളാണ്. V ദിനകരൻ 2 തവണ ജയിച്ചു. പിന്നെ നമ്മുടെ കോൺഗ്രസ് നേതാവ് സുഗതൻ ജയിച്ചു. ഇതിനിടയ്ക്ക് ധീവരസഭയുടെ പിന്തുണ കിട്ടിയ ഒരു തവണ സുശീല ഗോപാലൻ ജയിച്ചു. ഒരു തവണ CK സദാശിവൻ ജയിച്ചു. ജി സുധാകരൻ തന്നെ മത്സരിച്ച് തോറ്റിട്ടുള്ള സീറ്റാണ് ഈ അമ്പലപ്പുഴ. സുധാകരൻ നേരത്തെ കുട്ടനാട്ടിൽ മത്സരിച്ച് തോറ്റിട്ടുണ്ട്, പിന്നീട് അമ്പലപ്പുഴയിൽ മത്സരിച്ച് തോറ്റിട്ടുണ്ട്, പിന്നെ കായംകുളത്ത് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്, പിന്നെ കായംകുളത്ത് മത്സരിച്ച് തോറ്റിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം 2006ലാണ് അമ്പലപ്പുഴയിൽ തിരിച്ചെത്തിയത്. അന്ന് പുള്ളിക്ക് വേറൊരു സൗകര്യം കിട്ടി. കോൺഗ്രസ് മണ്ഡലമൊക്കെ ആണെങ്കിൽ പോലും എതിർ സ്ഥാനാർത്ഥി D സുഗതനാണ്. സിറ്റിംഗ് MLA ആയിരുന്ന പിന്നെ DICയിലേക്ക് പോയ സുഗതൻ. അപ്പോൾ സുഗതനെ കോൺഗ്രസിൽ A ഗ്രൂപ്പുകാർ വേല വെച്ചു. അതിൻ്റെ ഗുണവും സുധാകരന് കിട്ടി. അങ്ങനെ സുധാകരൻ ജയിച്ചും മന്ത്രിയായി. 5 കൊല്ലം മന്ത്രിയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇദ്ദേഹം വളരെയധികം ജനപ്രീതി നേടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം സുധാകരനെ സംബന്ധിച്ചിടത്തോളം വേറൊരു അപകടം കൂടി സംഭവിച്ചു. അവിടെ എന്ന് വെച്ചാൽ ശാരീരികമായിട്ടുള്ള അപകടമല്ല, മണ്ഡലം നിർണയിച്ചപ്പോൾ എന്ന് ചോദിച്ചാൽ CPMകാർ കൂടുതലുള്ള ചില പ്രദേശങ്ങളിൽ 1-2 പഞ്ചായത്തുകൾ കുട്ടനാട് അസംബ്ലി മണ്ഡലത്തിലേക്ക് പോയി. നേരെ മറിച്ച് കോൺഗ്രസ്സുകാർക്ക് വലിയ പ്രാമുഖ്യമുള്ള ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ പകുതി ഡിവിഷനുകൾ, ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ അന്ന് 50 ഡിവിഷനുള്ളത്, 50ൻ്റെ പകുതി 25 ഡിവിഷൻ, അത് കോൺഗ്രസ്സുകാരെ കൂടുതലുള്ള ഭാഗമാണ്. അത് അമ്പലപ്പുഴയോട് കൂട്ടിച്ചേർത്തു. അങ്ങനെ അമ്പലപ്പുഴ ഒരു വലിയ കോൺഗ്രസ് കോട്ടയായിട്ട് മാറി. പക്ഷേ അപ്പോഴത്തേക്ക് സുധാകരൻ ഒരു വലിയ താരമായി മാറിയതുകൊണ്ട് അദ്ദേഹം 2011 ജയിച്ചു, 2016 അവിടുന്ന് ജയിച്ചു, 2016 രണ്ടാമതും മന്ത്രിയായി. അതുകൂടി പുള്ളിയുടെ ജനപ്രീതി ഏതാണ്ട് ആകാശത്തോളം ഉയർന്നു. ഇദ്ദേഹം വളരെ നിസ്വാർത്ഥനായ ഒരു സഖാവാണെന്നും യാതൊരു അഴിമതിയും നടത്താത്ത ആളാണെന്നും കാര്യപ്രാപ്തിയുള്ളൊരു മന്ത്രിയാണെന്ന് തെളിയിച്ചു. ഈ മരാമത്ത് വകുപ്പിൽ ഏറ്റവും അധികം പണികൾ സത്യസന്ധമായിട്ട് നടന്ന പുള്ളിയുടെ സമയത്താണ്. ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയത് സുധാകരനാണ്. മാത്രമല്ല മിക്കവാറും റോഡുകളൊക്കെ നല്ല നിലയിലെത്തിച്ചു. അങ്ങനെ മരാമത്ത് വകുപ്പിലെ കൈക്കൂലി അഴിമതി താരതമ്യേന കുറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു സഖാവ് സുധാകരൻ്റേത്. 2021 അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. നമുക്കറിയാം, തോമസ് ഐസക്കിൻ്റെയും രവീന്ദ്രനാഥിൻ്റെയും ജയരാജിൻ്റെയും കൂട്ടത്തിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു. വേറെ ഒരുപാട് ആളുകൾ വെട്ടി നിർത്തപ്പെട്ടു. ഇതാ 2026 അദ്ദേഹം വീണ്ടും മത്സരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി സലാമാണ്, H സലാം. അദ്ദേഹത്തിൻ്റെ ഒരു ഗുളികച്ചേപ്പേന്തിയ ശിഷ്യനായിരുന്നു. പക്ഷേ ഒരിക്കലും MLA ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ പാല് കൊടുത്ത കൈക്ക് തിരിച്ചു കടിക്കാമെന്ന് പറയില്ലേ, അതുപോലത്തെ പരിപാടി ചെയ്തു. അത് സലാം തന്നിഷ്ടപ്രകാരം ചെയ്തതല്ല, സജി ചെറിയാൻ്റെ താല്പര്യപ്രകാരം ചെയ്യപ്പെട്ടതാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും അങ്ങനെ ഒരു ഗുരുത്വദോഷം സലാമിന് വന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ആശാനും ശിഷ്യനും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അമ്പലപ്പുഴയിൽ നടക്കാൻ പോകുന്നത്. കോൺഗ്രസ്സുകാരുടെ അതുപോലെ UDFൻ്റെ അഗൈതവുമായ പിന്തുണ സഖാവ് സുധാകരനുണ്ടാകും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. എന്ന് വെച്ചാൽ സലാമിനെ നമുക്ക് കുറച്ച് കാണേണ്ട ആവശ്യമില്ല. പുള്ളിയും നല്ലൊരു പോരാളിയാണ്, നല്ല താരമാണ്. പക്ഷേ ഇതിൽ ഈ ബാലൻസ് തെറ്റിക്കാൻ പറ്റിയ മൂന്നാമതൊരു ഘടകം കൂടി ഉണ്ട്, അത് BJP ആണ്. അമ്പലപ്പുഴ സ്വതവേ BJPക്ക് അത്ര വലിയ ശക്തിയുള്ള സ്ഥലമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ സമീപകാലത്ത് ഈ സംഘടനയിലേക്ക്, ഈ പാർട്ടിയിലേക്ക് കുറേയധികം ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല തീരപ്രദേശത്ത് സാമുദായികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആലപ്പുഴയിലൊരു അഭിഭാഷകൻ്റെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ സംഭവം എനിക്ക് ഓർമ്മയുണ്ടാവും, രഞ്ജി ശ്രീനിവാസൻ. അതൊക്കെ നടക്കുന്ന ഈ അമ്പലപ്പുഴ മണ്ഡലത്തിൻ്റെ ഭൂപരമായ പരിധിക്കകത്തുള്ള പ്രദേശങ്ങളിലാണ്. അതുപോലെ ധീവരസഭക്കാർ സമീപകാലത്ത് BJPയോട് അടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം
സാക്ഷാൽ നരേന്ദ്രമോദി എറണാകുളത്ത് വന്ന് ധീവരസഭയുടെ വാർഷികത്തിൽ പങ്കെടുത്ത വാർത്തയെ നിങ്ങൾ കണ്ടു കാണും. ഈ കൈലാസം നന്നാൻ വേണ്ടിയിട്ടല്ലോ നരേന്ദ്രമോദി ഏകാശി നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വിഭാഗത്തിൽ നിന്നുള്ള വോട്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ശക്തമായ ത്രികോണ മത്സരത്തിലേക്കാണ് അമ്പലപ്പുഴ നീങ്ങുന്നത്. ആർക്കായിരിക്കും ജയസാധ്യത എന്ന് ചോദിച്ചാൽ എൻ്റെ ബലമായ വിശ്വാസം ധാർമ്മികമായിട്ട് സ്ട്രോങ് പോയിന്റിൽ നിൽക്കുന്ന സുധാകരനാണ്. രാഷ്ട്രീയമായിട്ട് സലാമാണ് എന്ന് കരുതി BJPയെ നമുക്ക് എഴുതി തള്ളാനും പറ്റുകയില്ല. വളരെ ശക്തമായ മത്സരത്തിലേക്ക് പോകുന്നു. ഏറ്റവും അവസാനത്തെ വോട്ട് വരെ എണ്ണി തീർന്നാലേ അമ്പലപ്പുഴയിൽ ആര് ജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. എൻ്റെ ഹൃദയവും എൻ്റെ ബുദ്ധിയും സുധാകരന് പിന്തുണയാണ്. കാരണം അദ്ദേഹത്തെ പോലെ നിസ്വാർത്ഥനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഏറ്റവും അവസാനത്തെ ഒരു മത്സരത്തിൽ തോറ്റ് രംഗത്ത് നിന്ന് നിഷ്ക്രമിച്ചു എന്ന് പറയേണ്ടി വരുന്നത് തീർച്ചയായിട്ടും ദുഃഖകരമാണ്. അദ്ദേഹം ഇത്രയധികം കാലം അമ്പലപ്പുഴക്കാർക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ പരിഗണിച്ചു അദ്ദേഹത്തിൻ്റെ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിത ഭൂമിക പരിശോധിച്ചു അമ്പലപ്പുഴയിലെ പ്രബുദ്ധരായ വോട്ടർമാർ യുക്തമായ തീരുമാനം കൈക്കൊള്ളും എന്നാണ് എൻ്റെ പ്രതീക്ഷ, എൻ്റെ വിശ്വാസം. ലാൽ സലാം.